പറയുന്ന ഒരു ചെറിയ നുണയോ അല്ലെങ്കിൽ ട്രാഫിക്കിൽ പെട്ടുപോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു കടുത്ത ദേഷ്യമോ ഒക്കെ നിങ്ങളുടെ സ്വന്തം DNA-യെ, അതായത് നിങ്ങളുടെ ജനിതക ഘടനയെ തന്നെ അപ്പോൾ മാറ്റി എഴുതുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും അതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥ പോലെ തോന്നും അല്ലേ? അതെ, പെട്ടെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷേ ഇതൊരു കഥയല്ല, മറിച്ച് നിങ്ങളുടെ ശരീരവും മനസ്സും തമ്മിൽ നടക്കുന്ന വളരെ സൂക്ഷ്മമായ ഒരു സമ്പർക്കമാണ്. ഈ ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ ആഴത്തിലിറങ്ങിച്ചെല്ലുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം തയ്യാറാക്കിയ ഈ ചർച്ചയിൽ നമ്മൾ പരിശോധിക്കുന്നത് കേവലം തത്വചിന്തകളല്ല, മറിച്ച് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എങ്ങനെ ഭൗതികമായി തന്നെ നമ്മുടെ കോശങ്ങളെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. കൃത്യമായി പറഞ്ഞു. ഈ ഒരു ആശയത്തെ ശാസ്ത്രീയമായും അതേസമയം വളരെ ആഴത്തിലുള്ള ഒരു ജീവശാസ്ത്രപരമായ കാഴ്ചപ്പാടിലൂടെയും അവതരിപ്പിക്കുന്ന ഒരു സ്രോതസ്സാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ആശ്രയിക്കുന്നത്. ആ പുസ്തകത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായും. ഗുരു അരുൾനിധി വേദാദ്രി മഹർഷി എഴുതിയ ദി ബ്ലോസംസ് ഓഫ് ലൈഫ് എന്ന ഗ്രന്ഥത്തിലെ മാർച്ച് 22-ാം തീയതിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ജനിതക കേന്ദ്രത്തിന്റെ ശുദ്ധീകരണം അഥവാ പ്യൂരിഫിക്കേഷൻ ഓഫ് ദി ജെനറ്റിക് സെന്റർ എന്നാണ് ഇതിനെ അദ്ദേഹം വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇതൊരു ആത്മീയ ഗ്രന്ഥമാണെന്ന് മാത്രം തോന്നാമെങ്കിലും ഇതിലെ ആശയങ്ങൾ എത്രത്തോളം ശാസ്ത്രീയമായ അടിത്തറയുള്ളതാണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഇതൊന്ന് വിശദമായി തന്നെ പൊളിച്ചെടുക്കാം. കാരണം നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. നമ്മൾ പലപ്പോഴും ശരീരത്തെയും മനസ്സിനെയും തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളായാണ് കാണാറുള്ളത്. അതെ, ശരീരം ഡോക്ടർമാർ നോക്കുന്ന ഒന്ന്, മനസ്സ് സൈക്കോളജിസ്റ്റുകൾ നോക്കുന്ന ഒന്ന് എന്ന രീതിയിൽ. സാധനങ്ങളോടുള്ള നമ്മുടെ മനോഭാവം പോലും എങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഊർജത്തെയും കോശങ്ങളെയും നേരിട്ട് മാറ്റുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ഈ യാത്രയിലൂടെ നമ്മളെ ലക്ഷ്യമാക്കുന്നത്. ഇതിലെ വളരെ വ്യക്തമായൊരു ബയോളജിക്കൽ മെക്കാനിസം തന്നെയുണ്ടല്ലേ? തീർച്ചയായുമുണ്ട്. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ മനുഷ്യ ശരീരത്തെ ഒരു അടഞ്ഞ അറയായിട്ടല്ല, മറിച്ച് സങ്കീർണമായ ഒരു ഊർജ്ജ വ്യവസ്ഥയായി, ഒരു എനർജി സിസ്റ്റമായി കാണുന്ന ആ രീതിയാണ്. ഓഹോ, അതെങ്ങനെയാണ് പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്? പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ അടിസ്ഥാനമെന്നത് ലൈംഗിക ജീവദ്രവമാണ്. അതുപോലെ നമ്മുടെ ജീവശക്തിയുടെ അടിസ്ഥാനമെന്നത് ജീവോർജ്ജ കണങ്ങളാണ്. ഇനി മനസ്സിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് ജൈവകാന്തികതയാണ്, അതായത് ബയോമാഗ്നറ്റിസം. ഒരു നിമിഷം, ഈ ജൈവകാന്തികത എന്ന് കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ സിനിമകളിലെ പോലെ എന്തോ ഒരു അമാനുഷിക ശക്തിയാണെന്ന് പെട്ടെന്ന് തോന്നിയേക്കാം. ഇത് ശരിക്കും എന്താണ്? നമ്മുടെ നാഡീവ്യൂഹത്തിലൂടെ, അതായത് നെർവസ് സിസ്റ്റത്തിലൂടെ കടന്നുപോകുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകളാണോ നമ്മൾ ഈ കാന്തികത എന്നുദ്ദേശിക്കുന്നത്? വളരെ കൃത്യമായ നിരീക്ഷണമാണ്. അമാനുഷികമായ ഒന്നല്ല ഇത്. നമ്മുടെ ഹൃദയം മിടിക്കുന്നതും തലച്ചോറിൽ ചിന്തകളുണ്ടാകുന്നതുമെല്ലാം ചെറിയ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളിലൂടെയാണ് എന്ന് ആധുനിക വൈദ്യശാസ്ത്രവും പറയുന്നുണ്ടല്ലോ. അതെ, തീർച്ചയായും. ജീവോർജ്ജ കണങ്ങളുടെ ചലനം മൂലം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ സൂക്ഷ്മമായ തരംഗങ്ങളെയാണ് ഇവിടെ ജൈവകാന്തികത എന്ന് വിളിക്കുന്നത്. ഈ ഭൗതിക ശരീരവും ഈ ജീവോർജ്ജവും ഈ ജൈവകാന്തികതയും എല്ലാം കൂടി ഒത്തുചേരുന്ന ഒരു കേന്ദ്രമുണ്ട്. അതാണ് മൂലാധാര ചക്രം. ശരീരത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കേന്ദ്രം. അതെ, ശരീരത്തിന്റെ ഈ കേന്ദ്രത്തിലാണ് ഇവയെല്ലാം സംഗമിക്കുന്നത്. ഇതിനെ ഒരു സംഗമസ്ഥാനം അഥവാ വെർട്ടെക്സ് എന്നാണ് പുസ്തകം വിശേഷിപ്പിക്കുന്നത്. ഇത് കേട്ടപ്പോ എന്റെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമുണ്ട്. ഇതൊരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തോട് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അത് നല്ല ചിന്തയാണല്ലോ. എങ്ങനെയെന്ന് പറയാമോ? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങളുടെ ശരീരത്തെ നമുക്കൊരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആയി കണക്കാക്കാം. നിങ്ങളുടെ മനസ്സിനെ അതിൽ റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയറായും നിങ്ങളുടെ ജീവശക്തിയെ ആ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതിയായും കാണാം. അങ്ങനെയെങ്കിൽ ഈ മൂലാധാര ചക്രം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ജനിതക കേന്ദ്രം എന്നത് ആ കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസർ അല്ലെങ്കിൽ ഒരു വലിയ മെയിൻ ഫ്രെയിം പോലെയാണ്. ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പവറും എല്ലാം വന്നൊത്തുചേരുന്ന വലിയ കൺട്രോൾ റൂം. ഈ ഒരു താരതമ്യം ശരിയാണോ? അത് വളരെ മികച്ച ഉപമയാണ്. കാരണം ഈ ജനിതക കേന്ദ്രം വെറുമൊരു ഫിസിക്കൽ അവയവമോ ബൗദ്ധികമായൊരു ഭാഗം മാത്രമോ അല്ല. ഗ്രന്ഥകാരൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് വിവരങ്ങളുടെ ഒരു കലവറ എന്നാണ്. ഒരു ട്രഷർ ഹൗസ് ഓഫ് ഇൻഫർമേഷൻ അല്ലേ? അതെ. നിങ്ങളുടെ ആ കമ്പ്യൂട്ടർ ഉപമയെ തന്നെ എടുത്താല്, ഒരു മെയിൻ ഫ്രെയിമിലെ ഹാർഡ് ഡ്രൈവില് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ തുടക്കം മുതലുള്ള എല്ലാ ലോഗ് ഫയലുകളും സേവ് ചെയ്തിരിക്കുന്നത് പോലെ
നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് ലഭിച്ച ജനിതക വിവരങ്ങളും ജനനം മുതൽ ഈ നിമിഷം വരെ നാം ആർജിച്ചതുമായ എല്ലാ മുദ്രകളും, അതായത് ഇംപ്രിന്റുകളും ഇവിടെയാണ് കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുൻതലമുറകളുടെ അനുഭവങ്ങളും എന്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ കടന്നുപോയ ഓരോ സാഹചര്യങ്ങളും എല്ലാം ഈ കേന്ദ്രത്തിൽ ഒരു ഡാറ്റാബേസ് പോലെ സേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കൃത്യം. കൂടാതെ ഈ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മനുഷ്യനെ പ്രപഞ്ചത്തിന്റെ ഉയർന്ന ബോധവുമായി ബന്ധിപ്പിക്കുന്നതും ഈ ജനിതക കേന്ദ്രമാണ് എന്നതാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാകുന്നത്. ഇതിനെ ഒരു ദൈവിക നീതിപീഠം എന്നാണ് മഹർഷി വിളിക്കുന്നത്. ഒരു നീതിപീഠം നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയോ? അതെ, ഈ കേന്ദ്രം ഒരു ഓട്ടോമേറ്റഡ് ഫീഡ്ബാക്ക് ലൂപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഗുണനിലവാരത്തിനനുസരിച്ച്, നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളുടെ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ മെയിൻ ഫ്രെയിമിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ നല്ലത് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ നല്ലത് ചിന്തിക്കുമ്പോൾ, നല്ലത് പ്രവർത്തിക്കുമ്പോൾ ഈ നീതിപീഠം നിങ്ങളുടെ കോശങ്ങൾക്ക് നൽകുന്ന സിഗ്നലുകൾ പോസിറ്റീവായിരിക്കും. മറിച്ച് സംഭവിക്കുമ്പോൾ അത് നെഗറ്റീവായിരിക്കും. ഓരോ ദിവസത്തെയും നിങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള വിധികൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ അവിടെ നിരന്തരം പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റമാണെന്ന്. ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഈ ജനിതക കേന്ദ്രം ഇത്രയും വലിയൊരു കാര്യമാണെങ്കിൽ, നമ്മുടെ ഐഡന്റിറ്റി മുഴുവൻ സൂക്ഷിക്കുന്ന ഒരു മാസ്റ്റർ സെർവർ ആണെങ്കിൽ, കാലക്രമേണ അതിൽ ഒരുപാട് ജങ്ക് ഫയലുകൾ വന്നടിയാനോ സിസ്റ്റം സ്ലോ ആകാനോ സാധ്യതയുണ്ടല്ലോ. ഇതിനെ ഒന്ന് ഡീഫ്രാഗ് ചെയ്യാനോ എററുകൾ ക്ലീൻ ചെയ്യാനുള്ള വല്ല ടെക്നിക്കുകളും ഈ പുസ്തകം മുന്നോട്ടു വയ്ക്കുന്നുണ്ടോ? തീർച്ചയായുമുണ്ട്. അതിനെ എങ്ങനെ നവീകരിക്കാം, എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ച് കാര്യമായ ചില നിർദ്ദേശങ്ങൾ പുസ്തകം പറയുന്നുണ്ട്. നമ്മളതിനെ വെറുമൊരു ലിസ്റ്റായി കാണുന്നതിനേക്കാൾ നമ്മുടെ സിസ്റ്റത്തിലെ ആന്തരികവും ബാഹ്യവുമായ ഘർഷണങ്ങളെ, അഥവാ ഫ്രിക്ഷൻ, എങ്ങനെ കുറയ്ക്കാം എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതാണ് നല്ലത്. ആന്തരികമായ ഘർഷണങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ ആന്തരിക സിസ്റ്റത്തിന്റെ മെയിന്റനൻസ് ആണ്. അതായത് നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചം, നമുക്ക് ജീവൻ നൽകിയ മാതാപിതാക്കൾ, ഗുരു, ഭരണ സംവിധാനം എന്നിവയെ ബഹുമാനിക്കുക. അതുപോലെ സദാചാരം, കടമ, ദാനം, ഈ ഗുണങ്ങളാൽ സമ്പന്നമായ ഒരു ധാർമ്മിക ജീവിതം നയിക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരാൾക്ക് തോന്നുക ഇതൊക്കെ വെറും മോറൽ സയൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളല്ലേ എന്നാണ്. സദാചാരം പാലിക്കാനും ബഹുമാനിക്കാനും ഒക്കെ എല്ലാവരും പറയുന്നതാണല്ലോ. ഇതിന് നമ്മുടെ ഈ മെയിൻ ഫ്രെയിമുമായി അല്ലെങ്കിൽ കോശങ്ങളുമായി എന്ത് ബന്ധമാണുള്ളത്? ഒരു സയന്റിഫിക് ആംഗിളിൽ ഇതിനെ എങ്ങനെ കാണാം? അവിടെയാണ് നമ്മൾ കാര്യങ്ങളെക്കുറിച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. ധാർമ്മികത എന്ന് പറയുന്നത് വെറുമൊരു സാമൂഹിക നിയമമല്ല. നിങ്ങൾ നിങ്ങളുടെ കടമകളിൽ നിന്ന് വീഴ്ച വരുത്തുമ്പോഴോ അല്ലെങ്കിൽ ആരോടെങ്കിലും അനാവശ്യമായി മോശമായി പെരുമാറുമ്പോഴോ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന സംഘർഷം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും. അതെ, ആ സംഘർഷം അഥവാ കൊഗ്നിറ്റീവ് ഡിസോണൻസ് നിങ്ങളുടെ തലച്ചോറിൽ സ്ട്രെസ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണുകൾ നിങ്ങളുടെ ശരീരത്തിലെ ജൈവകാന്തികതയുടെ, അതായത് ഇലക്ട്രിക്കൽ സിഗ്നലുകളുടെ സുഗമമായ ഒഴുക്കിനെയാണ് തടസ്സപ്പെടുത്തുന്നത്. അത് നിങ്ങളുടെ ജീവോർജ്ജത്തെ ചോർത്തിക്കളയുന്നു. അപ്പോൾ സദാചാരവും കടമയുമൊക്കെ പാലിക്കുന്നത് സമൂഹത്തെ കാണിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം സിസ്റ്റത്തിലെ ഷോർട്ട് സർക്യൂട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. അത് വളരെ ആഴത്തിലുള്ള ഒരു നിരീക്ഷണമാണ്. അതായത് എന്റെ ഉള്ളിലെ സമാധാനം എന്ന് പറയുന്നത് എന്റെ സ്വന്തം ശരീരത്തിലെ കാന്തിക ഊർജത്തിന്റെ ബാലൻസ് നിലനിർത്താനുള്ള ഒരു ബയോളജിക്കൽ ടൂൾ കൂടിയാണ്. അപ്പോൾ ധ്യാനം പോലെയുള്ള കാര്യങ്ങൾ ഇതിനെ സഹായിക്കുമോ? തീർച്ചയായും. ധ്യാനമെന്നത് നമ്മുടെ ഈ സിസ്റ്റത്തെ റീബൂട്ട് ചെയ്യുന്ന പ്രക്രിയയാണ്. ചിന്തകളുടെ അമിതഭാരം മൂലം ചൂടായ നമ്മുടെ മെയിൻ ഫ്രെയിമിനെ തണുപ്പിക്കാനും അനാവശ്യ ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനും ധ്യാനം സഹായിക്കുന്നു. ഇതിനൊപ്പമാണ് പുസ്തകം ശാരീരിക വ്യായാമത്തിന്റെ കാര്യം പറയുന്നത്. വ്യായാമമോ? അതെ. രക്തം, വായു, ജീവോർജം, ജൈവകാന്തികത എന്നിവയുടെ സുഗമമായ ഒഴുക്കിനായി ശാരീരിക വ്യായാമങ്ങൾ ചെയ്യുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. സാധാരണയായി നമ്മളോട് ആരെങ്കിലും വ്യായാമം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ നേരെ ജിമ്മിൽ പോയി മസിൽസ് വളർത്തുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഹൃദയാരോഗ്യത്തിനു വേണ്ടി ട്രെഡ്മില്ലിൽ ഓടുന്നതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുക. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം അതാണ്. ശരിയാണ്. എന്നാൽ ഇവിടെ പറയുന്നത്
രക്തയോട്ടത്തിനും ശ്വാസത്തിനുമൊപ്പം ജീവോർജത്തിന്റെയും ജൈവകാന്തികതയുടെയും ഒഴുക്കിനു വേണ്ടി വ്യായാമം ചെയ്യണമെന്നാണ്. ഇത് ഫിറ്റ്നസിനെക്കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാന കാഴ്ചപ്പാടിനെ തന്നെ മാറ്റുന്നില്ലേ? അതെ, കാരണം നമ്മൾ പലപ്പോഴും ശരീരത്തെ ഒരു മെക്കാനിക്കൽ മെഷീനായി മാത്രമേ കാണാറുള്ളൂ. എന്നാൽ ഇവിടെ ശരീരത്തെ ഒരു എനർജി സർക്യൂട്ടായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ വെറുമൊരു പേശി മാത്രമല്ല ചലിക്കുന്നത്. നിങ്ങളുടെ ഞരമ്പുകളിലൂടെയുള്ള രക്തയോട്ടം കൂടുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ സിഗ്നലുകൾക്ക് സഞ്ചരിക്കാനുള്ള തടസ്സങ്ങൾ മാറുകയാണ്. കാന്തികമണ്ഡലം അവിടെ പുനഃക്രമീകരിക്കപ്പെടുകയാണ്. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ കേബിളുകൾ ക്ലീൻ ചെയ്യപ്പെടുന്നു. ഓഹോ, അപ്പോൾ അതാണ് ശരിക്കുമുള്ള വ്യായാമം. അതെ അതെ. അതുപോലെ തന്നെ സ്വന്തം വീടിനുള്ളിലെ അന്തരീക്ഷം, അതായത് മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും കുട്ടികളെയും വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുക എന്നത് ഈ ആന്തരിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായി പറയുന്നുണ്ട്. അത് വളരെ വ്യക്തമാണ്. കാരണം നമ്മുടെ ഏറ്റവും അടുത്ത നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണല്ലോ. അവിടെ എപ്പോഴും വഴക്കും ബഹളവുമാണെങ്കിൽ അത് നേരിട്ട് നമ്മുടെ സിസ്റ്റത്തെ ഡാമേജ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ സ്വന്തം ശരീരത്തിനുള്ളിലെയും വീട്ടിലെയും കാര്യങ്ങളാണ്, നമ്മുടെ സിസ്റ്റത്തിന്റെ ഇന്റേണൽ മെയിന്റനൻസ്. അതെ, ആന്തരികമായ കാര്യങ്ങൾ. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണല്ലോ. പുറം ലോകവുമായുള്ള നമ്മുടെ ഇടപെടലുകൾ എങ്ങനെയാണ് ഈ കേന്ദ്രത്തെ ബാധിക്കുന്നത്? അവിടെയാണ് അടുത്ത ഘട്ടം വരുന്നത്. നമ്മുടെ ബാഹ്യലോകവുമായുള്ള, അതായത് പുറം ലോകവുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ. പുസ്തകം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അനുയോജ്യമായ പരിശീലനങ്ങളിലൂടെ പ്രപഞ്ചത്തിന്റെ ആ ഒരു ദൈവികാവസ്ഥ തിരിച്ചറിയുകയും എപ്പോഴും ആ ഒരു ബോധവുമായി ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുക എന്നതാണ്. അതായത് നമ്മുടെ സിസ്റ്റത്തെ ഒരു വലിയ ക്ലൗഡ് നെറ്റ്വർക്കുമായി എപ്പോഴും സിങ്ക് ചെയ്ത് നിർത്തുക എന്ന് പറയാം, അല്ലേ? കൃത്യം. പിന്നെ ഇതിലേറ്റവും വ്യത്യസ്തമായ മറ്റൊരു ചിന്ത ശ്രദ്ധിക്കുക. പ്രകൃതി വിഭവങ്ങളെയും മറ്റുള്ളവരുടെ സ്വത്തിനെയും കൂടാതെ മനുഷ്യപ്രയത്നത്താലുണ്ടായ എല്ലാ വസ്തുക്കളെയും വളരെ പരിഗണനയോടെയും ബഹുമാനത്തോടെയും കാണുക. ഒരു നിമിഷം, പ്രകൃതിയെയും കാടുകളെയും നദികളെയും ഒക്കെ ബഹുമാനിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ മനുഷ്യന്റെ പ്രയത്നത്താലുണ്ടായ സാധനങ്ങളെ ബഹുമാനിക്കുക എന്നത് എനിക്ക് വളരെ കൗതുകം നൽകുന്നൊരു കാര്യമാണ്. അത് കേൾക്കുമ്പോൾ കൗതുകം തോന്നും. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേനയോ ഒരു കസേരയോ, എന്തിന് എന്റെ കയ്യിലിരിക്കുന്ന ഈ മൈക്രോഫോൺ പോലുമാകട്ടെ, അതിനു പിന്നിൽ നിരവധി മനുഷ്യരുടെ സമയവും പ്രയത്നവും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു ജീവനില്ലാത്ത വസ്തുവിനെ ബഹുമാനിക്കുന്നതും എന്റെ ജനിതക കേന്ദ്രവും തമ്മിൽ എന്താണ് ബന്ധം? അവിടെയാണ് ഇതിലെ സയൻസ് കിടക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു വസ്തു നിർമ്മിക്കുമ്പോൾ അയാൾ തന്റെ സമയവും ഊർജവും, അതായത് തന്റെ ജീവോർജത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അതിലേക്ക് നിക്ഷേപിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വസ്തുവിനെ അലക്ഷ്യമായി വലിച്ചെറിയുമ്പോഴോ നശിപ്പിക്കുമ്പോഴോ നിങ്ങൾ വാസ്തവത്തിൽ ആ മനുഷ്യന്റെ ജീവോർജത്തെയാണ് അപമാനിക്കുന്നത്. വല്ലാത്തൊരു ചിന്തയാണത്. അതെ, ഈയൊരു ചിന്താഗതി മറ്റുള്ളവരുടെ ഊർജത്തെ തിരസ്കരിക്കുന്നൊരു മാനസികാവസ്ഥ നിങ്ങളുടെ തലച്ചോറിലൊരു സംഘർഷമുണ്ടാക്കുന്നു. അത് വീണ്ടും സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ച് നിങ്ങളുടെ കോശങ്ങളെ നശിപ്പിക്കുന്നു. മനുഷ്യന്റെ അധ്വാനത്തെ ബഹുമാനിക്കുക എന്നത് നമ്മുടെ ഉള്ളിലെ ഈഗോയെ ഇല്ലാതാക്കാനും സിസ്റ്റം സ്മൂത്തായി റൺ ചെയ്യാനും സഹായിക്കുന്നു. അതിശയം തന്നെ. ജീവനില്ലാത്ത വസ്തുക്കളിലൂടെ പോലും നമ്മൾ മറ്റു മനുഷ്യരുടെ ഊർജവുമായി കണക്റ്റഡ് ആണെന്നത് വലിയൊരു തിരിച്ചറിവാണ്. അപ്പോൾ ജീവനുള്ള മനുഷ്യരുമായി ഇടപെടുന്ന കാര്യത്തിൽ അത് എത്രത്തോളം പ്രധാനമായിരിക്കും? തീർച്ചയായും. അതുകൊണ്ടാണ് മറ്റുള്ളവരെ ജീവോർജത്തിന്റെ രൂപത്തിൽ ദൈവം വസിക്കുന്ന ഭൗതിക രൂപങ്ങളായി കാണണമെന്ന് പുസ്തകം പറയുന്നത്. അങ്ങനെ കണ്ട് ആരോടും ശത്രുതയില്ലാതെ ജീവിക്കുക. കോപം, വിദ്വേഷം, പ്രതികാരം തുടങ്ങിയ ദുർവികാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി എല്ലാവരോടും സ്നേഹത്തോടെയും അനുകമ്പയോടെയും പെരുമാറുക. ഈ കോപവും വിദ്വേഷവുമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെയിൻ ഫ്രെയിം ഉപമയുമായി ബന്ധിപ്പിച്ചാൽ, നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അത് വെറുമൊരു വികാരപ്രകടനം മാത്രമല്ല, നമ്മുടെ ഈ മാസ്റ്റർ സിസ്റ്റത്തിലേക്ക് നമ്മൾ തന്നെ സ്വന്തമായി ഒരു മാൽവെയർ അല്ലെങ്കിൽ വൈറസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെയാണല്ലേ? 100% ശരിയാണ്. കോപമെന്ന വൈറസ് സിസ്റ്റത്തിൽ കയറിയാൽ അത് നിങ്ങളുടെ ജൈവകാന്തിക മണ്ഡലത്തെ താറുമാറാക്കും. പിന്നെ ആ സിസ്റ്റം പഴയതുപോലെ പ്രവർത്തിക്കാൻ ഏറെ സമയമെടുക്കും. ഇതിന്റെ ഏറ്റവും വലിയൊരു വിപുലീകരണമാണ് ഇനി പറയുന്ന കാര്യം. എന്താണത്? ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒന്ന് ദേശീയത, മതം, ജാതി, ലിംഗം, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള സങ്കുചിത ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി ലോകത്തുള്ള എല്ലാവരെയും തുല്യരായി കാണുക. അപ്പോൾ ജാതി, മതം, ലിംഗം എന്നിവയുടെ പേരിലുള്ള വിവേചനങ്ങളെന്ന് പറയുന്നത് വെറുമൊരു രാഷ്ട്രീയ പ്രശ്നമോ സാമൂഹിക പ്രശ്നമോ മാത്രമല്ല, അത് നേരിട്ട് എന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണെന്നാണോ പറയുന്നത്? അതാണ് ഇതിന്റെ കാതൽ.
ഇതിനെ കുറച്ചുകൂടി വിശാലമായൊരു തലത്തിൽ നോക്കിയാൽ ഇത്തരം വേർതിരിവുകളും വിദ്വേഷങ്ങളുമെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ദൈവിക നീതിപീഠത്തിൽ അഥവാ നമ്മുടെ ജനിതക കേന്ദ്രത്തിൽ വളരെ നെഗറ്റീവായ മുദ്രകളാണ് പതിപ്പിക്കുന്നത്. അതായത് നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ തകരാറിലാകും. അതെ, നിന്ന് മറ്റൊരാളെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വെറുക്കുമ്പോൾ ആ വ്യക്തിയേക്കാൾ കൂടുതൽ ഡാമേജ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ആ വെറുപ്പിന്റെ സിഗ്നൽ സ്വീകരിക്കുന്നത് നിങ്ങളെ സ്വന്തം ശരീരത്തിലെ കോശങ്ങളാണ്. നിങ്ങൾ പുറത്തേക്ക് വിടുന്ന കോപം നിങ്ങളെ തന്നെ മെയിൻ ഫ്രെയിമിലെ സോഫ്റ്റ്വെയറിനെയാണ് കറപ്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ചിന്തിച്ചാലോ? നേരെ മറിച്ച് സഹജീവികളെ ഒരേ ഊർജ്ജ ശൃംഖലയിലെ വ്യത്യസ്ത നോഡുകളായി കാണുമ്പോൾ, അവർക്ക് സ്നേഹം നൽകുമ്പോൾ, നമ്മൾ നമ്മുടെ തന്നെ ജനിതക കേന്ദ്രത്തെയാണ് ശുദ്ധീകരിക്കുന്നത്. സിസ്റ്റം അപ്പോൾ കൂടുതൽ സുഗമമായി പ്രവർത്തിക്കുന്നു. ശരിക്കും ഇതൊരു പുതിയ ലോകം തുറന്നു തരുന്ന അറിവാണ്. അപ്പോൾ നമ്മൾ ഇതിനെ മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്താൽ, നിങ്ങൾ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ഒന്നാലോചിച്ചു നോക്കൂ. നമ്മൾ വെറുമൊരു മാംസപിണ്ഡം മാത്രമല്ല, നമ്മൾ വലിയൊരു ഊർജ്ജ കേന്ദ്രമാണ്. അതെ, വലിയൊരു എനർജി സെന്റർ. നമ്മുടെ പൂർവികരുടെ വിവരങ്ങളും നമ്മുടെ ജനനം മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയുടെയും മുദ്രകളും സൂക്ഷിക്കുന്ന ഒരു വലിയ ഡാറ്റാബേസ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ പറയുന്ന ഒരു നുണ, നമ്മുടെ ഓരോ ചിന്തകൾ, നമ്മൾ ചെയ്യുന്ന വ്യായാമം, എന്തിന് റോഡിൽ വെച്ച് അപരിചിതനായ ഒരാളോട് നമ്മൾ കാണിക്കുന്ന പുഞ്ചിരിയോ ദേഷ്യമോ പോലും ഈ ജനിതക കോഡിനെ ദിവസവും ഓരോ നിമിഷവും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ മെഷീന്റെ കൺട്രോൾ മുഴുവൻ നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത്. കൃത്യമായി സംഗ്രഹിച്ചു. അതാണ് വേദാദ്രി മഹർഷി ഈ ആശയത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഇതൊരു ആത്മീയ ഉപദേശം മാത്രമല്ല, ഒരു തികഞ്ഞ ശാസ്ത്രമാണ്. ഇത് മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമുക്കൊരു അവബോധമുണ്ടാകും. ശരിയാണ്. ഒരു ആശംസ കൂടിയുണ്ട്. അത് ഇപ്രകാരമാണ്: ദിവ്യത്വത്താൽ അനുഗ്രഹീതരാകുക. ദിവ്യോർജത്തിന്റെ കൃപയാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യവും ദീർഘായുസ്സും ഐശ്വര്യവും ജ്ഞാനവും സമാധാനവും ലഭിക്കട്ടെ. ഒപ്പം തമിഴിലുള്ള വളരെ പ്രശസ്തമായൊരു ആശംസയും അദ്ദേഹം നൽകുന്നുണ്ട്. അതെന്താണ്? വാഴുക വളമുടൻ, അതായത് സമൃദ്ധിയോടെ ജീവിക്കുക എന്നാണ് ഇതിനർത്ഥം. എത്ര ശാന്തമായൊരു സന്ദേശമാണത്. നമ്മൾ മറ്റുള്ളവർക്ക് ഈ സമൃദ്ധി നേരുമ്പോൾ ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്കും കൂടിയാണ് വരുന്നത്. നമ്മുടെ സിസ്റ്റം ക്ലീൻ ആകുന്നു. ശരി, ഈ ആഴത്തിലുള്ള ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഇത് അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട്, അതെ നിങ്ങളോട് തന്നെ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണ് ചോദ്യം എന്ന് നോക്കാം. ഇവിടെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ ജനിതക കേന്ദ്രത്തിൽ, നിങ്ങളുടെ ആ മെയിൻ ഫ്രെയിമിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള പുതിയ മുദ്രയാണ് പതിപ്പിച്ചത്? വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ്. അതെ, ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ അടുത്ത പ്രവൃത്തി ഏത് ഊർജത്തെ ആകും നിങ്ങളുടെ കോശങ്ങളിൽ ഉണർത്തുക? ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സ്വന്തം DNA മികച്ച രീതിയിൽ മാറ്റി എഴുതട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം.